ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LDC എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസർക്കെയാണ് നോക്കുന്നത്. 3 പെൻസിലിന് 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിന് 3 പേനയ്ക്കും 72 രൂപ. എങ്കിൽ പേനയുടെ വില എത്ര? ഇവർ പറഞ്ഞിട്ടുണ്ട് 3 പെൻസിൽ. അപ്പോൾ നമുക്ക് പെൻസിലിനെ X എന്നും വിളിക്കാം, പേനയ്ക്ക് നമുക്ക് എന്ത് വിളിക്കാം, Y എന്നും വിളിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3x + 4y = 66. 6 പെൻസിലിന് 3 പേനയ്ക്കും കൂടെ 72. അപ്പം 6x + 3y = 72. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താം. നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. 3x + 4y = 66. 6x + 3y = 72. അപ്പം എക്സിന് നമുക്ക് ഏതെങ്കിലും ഒരു ടേമിനെ നമ്മൾ ഒരുപോലെ ആക്കണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ന് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2. 1 × 2 ചെയ്യുമ്പോൾ 6x + 8y = 112 എന്ന് കിട്ടും. 6x + 3y = 72 എന്നും കിട്ടും. അങ്ങനെ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5y = 16 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ 12. 16 / 5 12. നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര കൊടുക്കാം? 3x + വൈയുടെ വാല്യൂ 12 എന്ന് കിട്ടി. ഇനി അവർ നമുക്ക് നോക്കാം ഇവരെന്തിൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇവർ ചോദിച്ചിരിക്കുന്നത് പേനയുടെ വിലയാണ്. പേനയെന്ന് പറയുന്നതല്ലേ Y. അപ്പോൾ നമുക്ക് പേനയുടെ വില 12 രൂപയെന്ന് കിട്ടി. ഇവർ പേനയുടെ വിലയല്ലേ ചോദിച്ചത്. അപ്പോൾ നമ്മളിനി X ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. വൈയുടെ വാല്യൂ 12 എന്ന് കിട്ടി. തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുക്കും. എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം. ഇപ്പം നമ്മൾ ഈ മണിക്കൂറിന് നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 4 മണിക്കൂർ 30 മിനിറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 6 4 × 4 മണിക്കൂർ 30 മിനിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കോ. 4 × 60 + 30 എന്ന് വരും. / 60 ചെയ്യുമ്പോൾ നമുക്കിതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 240 30 270/60 എന്ന് വരും. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും? 3 വെച്ച് കിട്ടുമ്പോൾ 3 × 6 3 9 27. അപ്പോൾ 9/2 എന്നുള്ളതാണ് സമയം. സമയം നമുക്ക് കിട്ടി. 9/2 എന്ന് നമുക്ക് സമയം കിട്ടി. അവർ വേഗത തന്നിട്ടുണ്ടല്ലോ, ദൂരം തന്നിട്ടുണ്ടല്ലോ. ദൂരം എന്ന് പറഞ്ഞാൽ 360 കിലോമീറ്ററാണ് ദൂരം ബൈ സമയം. വേഗത എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? വേഗത = ദൂരം ബൈ സമയം. അപ്പോൾ 360 / 9/2. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 360 × 2/9. അപ്പോൾ 9 4 36. 40 × 2 80 km/മണിക്കൂർ. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണ്? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ബാക്കിയെല്ലാം ഡെസിമൽ പ്ലേസ് വരും. 2/1 ആണ് ഉള്ളത്. ബാക്കിയെല്ലാം ഡെസിമലായിട്ടാണ് വരുന്നത്. 2/1 2. അപ്പോൾ അതാണ് ഏറ്റവും വലുതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീട് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻറ്റൈൻ കൂടിയാണ് ചേർക്കുന്നത്. 32 ലിറ്ററിൻ്റെ കൂടെ എത്ര ലിറ്റർ ചേർക്കും? 24 ലിറ്ററിന് 3 ലിറ്ററാണ് ചേർത്തിരിക്കുന്നത്. 24 ലിറ്ററിന് 3 ആണെങ്കിൽ 32ന് എത്ര? അപ്പോൾ 24ന് 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 24/3 8ന് 3. അപ്പം 32/8 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 വരും. ആൻസർ 4 ലിറ്റർ. ഇനി അടുത്ത 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. നമുക്ക് നോക്കാം. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ റഹീം 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടി. അപ്പോൾ രാമുവിന് 1 വയസ്സ്, റഹീമിന് 3 വയസ്സ്. ഓക്കെ. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാവും. ആർക്ക്? 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാവും. അപ്പോൾ ഇത് 2 ആയി. 2 വർഷം കഴിഞ്ഞപ്പോൾ 2 മടങ്ങായി. എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ നമുക്ക് മൊത്തം വ്യത്യാസം എത്രയാണ്? 6 മൊത്തം വ്യത്യാസം. അങ്ങനെ വരുമ്പോൾ 1 × 2 - 3 × 1. അപ്പോൾ 3 - 2x എന്ന് പറയുന്നത് എത്ര കിട്ടും? 6 2 12 - 6 എന്ന് കിട്ടും. അതായത് 6 എന്ന് കിട്ടും. അതായത് 1x 6. അതായത് രാമുവിൻ്റെ വയസ്സ് ഇപ്പോൾ അല്ല 6, 4 വർഷം മുമ്പ് 6. രാമുവിൻ്റെ വയസ്സ് 4 വർഷം മുമ്പ് 6 ആണ്. അപ്പോൾ ഇപ്പോൾ എത്രയായിരിക്കും? 6 + 4 ആണ് ഇപ്പോഴത്തെ വയസ്സ്. 4 വർഷം മുമ്പത്തെ വയസ്സാണ് 6. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് 6 + 4 10. അതായത്
മുമ്പത്തെ വയസ്സാണ് അവർ തന്നിരിക്കുന്നത്, 4 വർഷം ശേഷമുള്ള വയസ്സ്, അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 10 ഉത്തരം വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി. ഉചിതമായത് കണ്ടെത്തുക. മാർക്ക് PDUN സ്കോർ എന്തായിരിക്കും? അപ്പോൾ എമ്മിന് ശേഷം എത്ര ലെറ്റർ കഴിയുമ്പോഴാണ് പി വരുന്നതെന്ന് നോക്കാം. എമ്മിന് ശേഷം എത്ര ലെറ്റർ വരുന്നുണ്ട്? +3 വരുമ്പോഴാണ് പി വരുന്നത്. എം കഴിഞ്ഞിട്ട് NOP 3 ലെറ്റർ വരും. പിന്നെ എ കഴിഞ്ഞിട്ട് BCD, അപ്പോൾ +3 വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ SCORൻ്റെ കൂടെ +3 ചേർത്താൽ മതി. അപ്പോൾ S കഴിഞ്ഞിട്ട് എന്ത് വരും? TUV. അപ്പോൾ V ഉള്ളത് 2 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ടൈം നോക്കാം. അപ്പം അടുത്ത് വന്നിരിക്കുന്നത് VF വരുന്നുണ്ടെന്ന് നോക്കാം നമുക്ക്. D കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? C കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? DEF. അപ്പോൾ 3 വന്നു, VF വന്നു. O കഴിഞ്ഞിട്ട് +3 വരുമ്പം PQR, അപ്പം BFR വന്നു. 2 എണ്ണത്തിലും VFR തന്നെയാണ്. 6 കഴിഞ്ഞിട്ട് എന്ത് വരും? STU. അപ്പം ഇതാണ് ആൻസർ വരുന്നത്. ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 4, 5. ഇതിൽ ഒറ്റയാന ഏതാണ്? 4 ഒറ്റയാന. മറ്റേത് രണ്ടും 4 എന്ന് പറയുന്നത് ഭാജ്യ സംഖ്യയാണ്, മറ്റേത് 3 അഭാജ്യ സംഖ്യകളാണ്, 2, 3, 5 എന്നിവ. ഇനി അടുത്തത് 2 സംഖ്യകൾ. ആദ്യത്തേത് രണ്ടാമത്തിൻ്റെ 5 ഇരട്ടിയാണ്. 2 സംഖ്യയുണ്ട്. നോക്ക്, 2 സംഖ്യയുണ്ട്. അതിൽ ആദ്യത്തേത് രണ്ടാമത്തിൻ്റെ 5 ഇരട്ടിയാണ്. ആദ്യത്തേത് രണ്ടാമത്തിൻ്റെ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ 5:1 എന്നാണ് വന്നിരിക്കുന്നത്. എങ്കിൽ ചെറിയ സംഖ്യ ഏതാണ്? അപ്പോൾ 2 സംഖ്യകൾ ആദ്യത്തേത് രണ്ടാമത്തിൻ്റെ 5 ഇരട്ടിയാണ് എന്ന് പറയുമ്പോൾ 5:1 എന്നാണ് വന്നത്. എങ്കിൽ ചെറിയ സംഖ്യ ഏത്? അവയുടെ തുക 96 എന്ന് തന്നിട്ടുണ്ട്. 5:1 തുക എന്ന് പറയുന്നത് 96 തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ? 5:1 തന്നിട്ടുണ്ട്, തുക 96 തന്നിട്ടുണ്ട്. ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം എത്രയുണ്ട്? 5, 1, 6. 6ൽ എത്ര ഭാഗമാണ് 96? 1 ഭാഗം 96. ഒരു ചെറുതല്ലേ ചോദിച്ചത്. അപ്പം ഇതിൽ ചെറിയ നമ്പർ ഏതാ? 1. അപ്പം 1/6 = 96. 1/6x = 96. എക്സ് എത്രയാണ്? 96/6 വരും. എത്ര വരും ആൻസർ? 1 പ്രാവശ്യം 6, 36 എന്ന് പറയുമ്പം 6, 16 ആൻസർ. അടുത്തത്, ഒരാൾ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 100 മീറ്റർ അയാൾ നടന്നാൽ വീട്ടിൽ നിന്ന് എത്ര ദിശയിലായിരിക്കും? 500 മീറ്റർ. എവിടെ ആയിരിക്കും അയാൾ നിൽക്കുന്നത്? 500 മീറ്റർ തെക്കാണ് പുള്ളി നിൽക്കുന്നത്. 500 മീറ്റർ തെക്കാണ് ആൻസറായിട്ട് വരുന്നത്. ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്ര ആയിരിക്കും? 5:10 എന്ന് പറയുമ്പോൾ പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 11.60 നമുക്ക് തന്നിരിക്കുന്നത് കുറച്ചാൽ മതി. 5.10 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 മിനിറ്റ് കിട്ടും. പിന്നെ എത്രയാണ്? 11 ൽ 5 പോയാൽ എത്ര? 6, 5, 11, 6:50 വരുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.